നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ ചർച്ച ശശി തരൂർ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുന്നുവെന്നും LDF-ലേക്ക് പോകുന്നുവെന്നൊക്കെയാണ്. ഏതായാലും അന്നേ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഞാൻ നൽകിയ വാർത്തകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ശശി തരൂർ അങ്ങനെ LDF-ലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന്. സാധാരണ ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമാണത്. വാർത്ത കൊടുക്കുന്നതിൻ്റെ സാങ്കേതികത്വമോ അല്ലെങ്കിൽ വാർത്ത നൽകി കുറച്ചു നേരം എയറിൽ നിൽക്കുന്നതാണ് സാധാരണഗതിയിലുള്ള ചാനലുകാർക്കൊക്കെ സന്തോഷം. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റിംഗ് ഒക്കെ കൂടും, എല്ലാവരും ചാടിച്ചെന്ന് നോക്കും, അത്രയുമേ ഉള്ളൂ. പക്ഷെ പറയുന്നത് ബ്ലണ്ടറാണെന്ന് വ്യക്തമായും ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവും. കാരണം ശശി തരൂരിനെ പോലെ ഒരാൾ, വിശ്വപൗരനായിരുന്ന ശശി തരൂരിനെ പോലെ ഒരാൾ, അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫോറിൻ അഫയേഴ്സും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ നിൽക്കേണ്ട ഒരാൾ അദ്ദേഹം ഒരു കാരണവശാലും ഒരു തരത്തിലും അദ്ദേഹം CPM-മായി ബന്ധപ്പെടാനോ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാകാനോ ശ്രമിക്കില്ല എന്ന് നമുക്ക് ഇവർക്കും അറിയാം. ഒരിടത്തും ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത, കേരളത്തിൽ മാത്രം ഭരണമുള്ള ഒരു മുന്നണിയിലേക്ക് ഒരു കാരണവശാലും അദ്ദേഹം എടുത്തു ചാടില്ല. എടുത്തു ചാടുന്നത് ആത്മഹത്യാപരമാണെന്ന് അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അദ്ദേഹം CPM-ലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാനും കഴിയും. MA യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് ചർച്ച നടത്തി എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ നൽകിയിരുന്ന, മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഈ വാർത്തയൊക്കെ പടച്ചു വിടുന്നത്. ഏതായാലും അവിടേക്ക് പോകുമെന്നൊക്കെയായിരുന്നു വാർത്ത. ഏതായാലും യൂസഫ് അലി അത് നിഷേധിച്ചിട്ടുണ്ട്. 6 മാസം മുമ്പാണ് താൻ എപ്പോഴോ വന്നപ്പോൾ ഒന്ന് കണ്ടിരുന്നു എന്നതിനാൽ അത് പറയുന്നത് ശരിയല്ല, ഇപ്പോഴും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുമില്ല എന്ന് അദ്ദേഹം വ്യക്തവും കൃത്യവുമായി പറയുന്നു. നേരത്തെ 2 തവണ അരുൺ ഷൂറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അരുൺ ഷൂറി വഴി BJP-യിലേക്ക് എത്താനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. അതിനു മുമ്പും 2 തവണ അത്തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നു. നമ്മൾ തന്നെ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ വാർത്ത നൽകിയതാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുവെങ്കിൽ, ഗുണമുണ്ടാകാനാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും കോൺഗ്രസ് വിട്ട് പോകേണ്ടത് BJP-യിലേക്ക് തന്നെയാണ്. മറ്റൊരിടത്തേക്കും പോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. ശശി തരൂരും പറയുന്ന അന്നന്നത്തെ അത്താഴത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ചമയ്ക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ചിരി മാത്രമാണ് അദ്ദേഹത്തിന്റെ മറുപടി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ CPM-ന് ഇത് വലിയ ഗുണകരമാണ്. അതായത് CPM-ലേക്ക് അല്ലെങ്കിൽ LDF-ലേക്ക് ശശി തരൂരിനെ പോലെ ഒരാൾ ചെല്ലുന്നു എന്ന വാർത്ത സൃഷ്ടിക്കുന്നത് പോലും, അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കി എയറിൽ നിർത്തുന്നത് പോലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യും. കാരണം നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപം, അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രതാപം നഷ്ടപ്പെട്ടിട്ടില്ല, കേരളത്തിലെ ഇടതു പ്രസ്ഥാനങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, ശശി തരൂരിനെ പോലെ ഒരാൾ ഇടതു പ്രസ്ഥാനത്തെ അന്വേഷിച്ചു വരുന്നു എന്ന് പറയുന്നത് പോലും ഒരു ക്രെഡിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാം. അതിന് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വാർത്തകൾ CPM തന്നെ ചമയ്ക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം യൂസഫ് അലിയുടെ കാര്യം പറയുന്നു, അതുപോലെ തന്നെ ശശി തരൂരുമായി സംസാരിച്ചു എന്ന് പറയുന്നു. എന്നാൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം അത് നിഷേധിച്ചിട്ടുമില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂരിനെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക, അല്ലെങ്കിൽ ശശി തരൂരിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് കേരളത്തിലെ LDF-ന്റെ ലക്ഷ്യമെന്ന് നമുക്കറിയാം. മാത്രമല്ല കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ട് വരികയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യതകൾ കോൺഗ്രസിനുണ്ടെന്ന് കൽപ്പിക്കപ്പെടുന്ന സമയമാണ്. CPM-ന് ബദലെന്ന രീതിയിൽ തൽക്കാലം കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. BJP ഇനി ആ ധാരയിലേക്കായി വരണം. ശക്തമായ പ്രതിരോധവുമായി BJP പിന്നാലെയുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കൂടി, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും BJP വലിയ രീതിയിൽ വളർച്ച പ്രാപിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP വലിയ കാര്യമായി അവർ ഭയക്കുന്നൊന്നുമില്ല. പക്ഷെ ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും CPM-ന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ചുക്കാൻ പിടിക്കാൻ വലതുപക്ഷം നിന്നാൽ വലതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നത് കേരളത്തിന്റെ ഭരണരംഗത്തേക്ക് എത്താനുള്ള വലിയ സാധ്യതകളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാ തവണത്തെയും പോലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കാൻ പോയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം വരും. കോൺഗ്രസിനും വളർന്നു വരേണ്ട സാഹചര്യമുണ്ട്. കേരളത്തിലാണ് വലിയ സാഹചര്യമുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഒരു സാഹചര്യം എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ തൽക്കാലത്തേക്കുള്ള കോൺഗ്രസിന്റെ ഒരു മനോധൈര്യം കെടുത്താനുള്ള ഒരു ശ്രമവുമാകാം ശശി തരൂർ CPM-മായി അടുക്കുന്നു, അല്ലെങ്കിൽ ശശി തരൂർ LDF-ലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്ത നൽകുന്നത്. മാത്രമല്ല BJP-യിലേക്ക് ദിവസം ഇപ്പോൾ കിറ്റക് സാബു അടക്കമുള്ളവർ നിരവധി പേർ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതും വലിയ പേടിയിലാണ് CPM എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. S. രാജേന്ദ്രൻ അടക്കമുള്ളവർ BJP-യിലേക്ക് വന്ന സാഹചര്യം, ഇതൊക്കെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ഭയക്കുന്നുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ കാണുന്നതും. അതിനാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശശി തരൂരിനെ പോലെ ഒരാൾ 15 പേരെയും കൊണ്ട് അവിടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഒന്ന് വിഷമിക്കും, ഒന്ന് പ്രയാസപ്പെടും.
ഒരു ആത്മധൈര്യം അവരുടെ നഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും അത് മുതലാക്കാൻ ഇടതുപക്ഷം നടത്തുന്ന ഗിമ്മിക്കുകളാകാം ഇത്തരത്തിലുള്ള വാർത്തകൾ. പിന്നെ ഇത്തരം വാർത്തകൾ CPM കൊടുക്കുന്ന വാർത്തകൾ കൊടുക്കുന്നവരാണ് പല മാധ്യമപ്രവർത്തകരും. മാധ്യമപ്രവർത്തനം തന്നെ CPM അനുകൂലമായി വാർത്ത ചമയ്ക്കുക എന്നുള്ളതായി മാറിയിരിക്കുന്നു. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി നിൽക്കേണ്ടിടത്ത് പലപ്പോഴും മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ തീർച്ചയായും ഇപ്പോൾ CPM അടിപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. CPM അടിപ്പെട്ടുകൊണ്ട് മാത്രമേ വാർത്തകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. അല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കേസും പുക്കാറുമായി വലിയ പ്രശ്നം ഇവരുണ്ടാക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലർ അങ്ങനെ അകപ്പെടുന്നവരുണ്ട്. പിന്നെ ഈ പിണറായി വിജയനേക്കാൾ വലിയ CPM, അതായത് പിണറായി വിജയൻ CPM പ്രതിരോധിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിരോധിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തനം എന്നായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ചമയ്ക്കുന്നത് ഒരുപക്ഷെ അത് മാധ്യമപ്രവർത്തകരുടെ അറിവോടെയും ആകാം എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ശശി തരൂരിനെ പോലെ ഒരാൾ ഒരിക്കലും CPM-ലേക്ക് അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് പോവില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു പാർട്ടി മാറുന്നതുകൊണ്ട് ആത്യന്തികമായി ഗുണമുണ്ട്. ആരും പോയി ഏതെങ്കിലും കയത്തിൽ ചാടാൻ ആഗ്രഹിക്കില്ലല്ലോ. അതായത് വലിയ ടിപ്പിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കയത്തിൽ ചാടാൻ ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെയാണ് CPM-ലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് പോയി ചാടുന്ന ആത്മഹത്യാപരമാണെന്ന് തീർച്ചയായും ശശി തരൂരിന് അറിയാത്തതല്ല. സമകാലീന രാഷ്ട്രീയം നന്നായി വിലയിരുത്തുന്ന ഒരാളാണ് ശശി തരൂർ എന്നുള്ളത് കൊണ്ട് തന്നെ LDF എന്ന വെറും ഒരു ഓപ്ഷൻ പോലുമായി ചിന്തിക്കാൻ ശശി തരൂർ തയ്യാറാവില്ല. അത് വ്യക്തവും കൃത്യവുമാണ്. ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് CPM ഇടത് പ്രസ്ഥാനങ്ങൾക്കുമാണ്. അവിടേക്ക് ശശി തരൂരിനെ പോലെ ഒരാൾ ചെല്ലുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ അത്തരം കുറച്ചാളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ CPM എന്തോ വലിയ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സാധ്യതകളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അത്തരത്തിലുള്ള ശ്രമമാണ് ഈ മാധ്യമപ്രവർത്തകരുടെയും CPM-ന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത്തരം വാർത്ത ചമയ്ക്കുന്നവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്.